മധ്യ തമിഴ്നാട്ടിൽ കരൂർ ജില്ലയിൽ കരൂർ പട്ടണത്തിനടുത്ത് കരൂരിൽ നിന്ന് ഈറോഡിലേക്കുള്ള ഹൈവേയിലെ ഒരു ചെറിയ പട്ടണമായ വേലുച്ചാമിപുരത്തിൽ കഴിഞ്ഞ ദിവസം വലിയൊരു ദുരന്തമുണ്ടായി. തമിഴിലെ പ്രശസ്ത സിനിമാ നടൻ വിജയ് രൂപീകരിച്ച തമിഴക വെട്രി കഴകം TVK എന്ന രാഷ്ട്രീയ പാർട്ടി, 2024 ഫെബ്രുവരിയിലാണ് ആ പാർട്ടി രൂപീകരിക്കുന്നത്. ആ പാർട്ടിയുടെ പ്രചരണ റാലിയിൽ പങ്കെടുത്ത ഏതാണ്ട് 25,000-ത്തിലധികം ജനങ്ങൾ ഈ ചെറിയ സ്ഥലത്ത് തിങ്ങിക്കൂടുകയും അതിൻ്റെ ഫലമായിട്ട് അവിടെ ഏകദേശം 10,000 പേരോളം നിൽക്കാവുന്ന ഒരു സ്ഥലത്ത് 25,000-ത്തിലധികം ആളുകൾ വരികയും അവിടെ സ്വാഭാവികമായിട്ട് വലിയ തിക്കും തിരക്കും ഉണ്ടാവും. ആ തിക്കിലും തിരക്കിലും പെട്ടിട്ട് ഇപ്പോൾ 41 പേരോളം മരിച്ചു കഴിഞ്ഞു. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. ഇനി ധാരാളം ആളുകൾ പരിക്കേറ്റ് ആശുപത്രികളിലാണ്. അപ്പോൾ ഈ ഒരു ദുരന്തം നമ്മളെ ആകെ ഞെട്ടിച്ചിരിക്കുന്നൊരു ദുരന്തമാണ്. ഈ ദുരന്തം എങ്ങനെ സംഭവിച്ചു? ഇപ്പോൾ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും, നമ്മളിപ്പോൾ കേരളത്തിലായാലും ഇപ്പോൾ ബോട്ടപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ധാരാളം ആളുകൾ, 40-ലധികം ആളുകൾ മരിച്ചിട്ടുള്ള ബോട്ടപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ ഈ സ്റ്റാമ്പൈഡിലൂടെ ഈ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിക്കുക എന്നുള്ളത് ഇന്ന് ഇന്ത്യയിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതേ ദുരന്തങ്ങൾ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ തീർത്ഥയാത്രകളിൽ, ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലുള്ള ഉത്സവ പറമ്പുകളിലൊക്കെ ധാരാളം പേര് ഇതുപോലെ മരിക്കുന്ന അവസ്ഥ, സ്റ്റാമ്പൈഡിൽപ്പെട്ട് മരിക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അത് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും അനൗൺസ് ചെയ്യും. പക്ഷേ അതൊന്നും തന്നെ നടക്കുന്നില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ദുരന്തം തമിഴ് ജനതയും അവരുടെ സിനിമാ താരങ്ങളും തമ്മിലുള്ള നേരത്തെയുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. അതായത് നമുക്കറിയാം, കരുണാനിധിയുടെ കാലം തുടങ്ങിയിട്ട് കരുണാനിധി, പിന്നീട് കരുണാനിധി കൊണ്ടുവന്ന MGR, ഇവരെ രണ്ടുപേരെയും കൊണ്ടുവന്ന അണ്ണാദുരൈ, ഇങ്ങനെ ആ കാലഘട്ടം തുടങ്ങിയിട്ട് സിനിമാ മേഖലയിലെ സിനിമാ താരങ്ങളാണ്, അതായത് സിനിമാ ഹീറോസാണ് തമിഴ് ജനതയുടെ സങ്കല്പത്തിലെ ഏറ്റവും നല്ല ഭരണാധികാരികളായിട്ട് അവർ കണക്കാക്കുന്നത്. അപ്പോൾ സിനിമയിലൂടെ മാത്രമേ തമിഴ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനമുള്ളൂ എന്നാണ് അവസ്ഥ. ഇപ്പോൾ നമ്മൾ കാണുന്ന തമിഴ്നാട്ടിലെ പ്രമുഖ നേതാക്കളെല്ലാവരും തന്നെ ഈ സിനിമ ബന്ധത്തിലൂടെ വന്നിട്ടുള്ളതാണ്. ഇപ്പം MK സ്റ്റാലിൻ കരുണാനിധിയുടെ പുത്രനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റു പല താരങ്ങൾ, ഇപ്പോൾ വിജയകാന്ത്, നേരത്തെ ഇപ്പോൾ അടുത്ത കാലത്ത് അന്തരിച്ച വിജയകാന്ത്, അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു, അതിന് വലിയ പിന്തുണയുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ളൊരു നടനാണ് വിജയ്. ആ ജനപ്രീതി രാഷ്ട്രീയ വോട്ടുകളായി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതും ഈ തമിഴക വെട്രി കഴകം എന്ന പാർട്ടി രൂപീകരിക്കുന്നത്. ആ പാർട്ടിയുടെ ഈ പ്രചരണ ജാഥ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായി സംഭവിക്കുന്നത് ഏറ്റവും വലിയ ജനക്കൂട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു തന്ത്രം. അപ്പോൾ അതിനായിട്ട് ഈ പരിപാടി 4.5 മണിക്കൂറോളം വൈകിട്ടാണ് വിജയ് അവിടെ എത്തുന്നത്. മുൻ സ്ഥലങ്ങളിലുള്ള സ്വീകരണങ്ങളുടെ എണ്ണം കൂടിയിട്ടും ഒക്കെയാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ പകൽ സമയത്ത് നിയന്ത്രണത്തിന് വിധേയമാകാവുന്ന ആൾക്കൂട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പത്രപ്രവർത്തകന്മാർ പറയുന്നത്. വൈകുന്നേരം 4 മണിയോടെ ഒരു 5,000-ഓ 6,000-ഓ പേരാണ് അവിടെ സമ്മേളിച്ചിരുന്നത്. ഇത് വീണ്ടും പരിപാടി ലേറ്റ് ആവാൻ തുടങ്ങിയതോടുകൂടി തന്നെ കൂടുതൽ ആളുകൾ അവിടെ എത്തിച്ചേരാൻ തുടങ്ങി. അങ്ങനെ അവസാനം
ഈ പരിപാടിക്ക് രാത്രിയിൽ വിജയ് എത്തിച്ചേരുമ്പോഴേക്ക് വലിയൊരു ജനക്കൂട്ടം അവിടെ സന്നിഹിതരായിരുന്നു. പിന്നെ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുക എന്നുള്ളത്, വലിയൊരു ജനക്കൂട്ടം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത്, അതും ചെറിയൊരു സ്ഥലത്ത് തടിച്ചു വിടുമ്പോൾ അത് നിയന്ത്രിക്കുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് പോലീസിനും മറ്റും സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഈ മരക്കൊമ്പുകൾ കയറി നിന്ന ആൾക്കാർ മരക്കൊമ്പ് പൊടിഞ്ഞ് താഴെ വീണിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ചെറിയ ഷെഡുകളുടെയൊക്കെ മുകളിൽ കയറുന്ന ഷെഡ് പൊളിഞ്ഞ് താഴെ വീഴുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വിജയ് എത്തി പ്രസംഗം തുടങ്ങുമ്പോഴേക്ക് അവിടെ ആ കറണ്ട് പോവുകയും ഈ പ്രസംഗം ഓഡിയബിൾ അല്ലാത്ത രീതിയിൽ വരികയും ഒക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഇടയിൽ വലിയ തിക്കും തിരക്കും ഉണ്ടാവുകയും ഈ സ്റ്റാമ്പെയിലിൽ സാധാരണഗതിയിൽ നിലത്ത് വീഴുന്ന ആളുകൾ പിന്നെ മുകളിലൂടെ ആളുകൾ സഞ്ചരിക്കാൻ അവർ കാണുന്നില്ല. ഈ രീതിയിൽ വലിയൊരു അപകടമുണ്ടായി. ഈ പറയുന്ന 41ഓളം പേരിപ്പോൾ നിലവിൽ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സിനിമാ താരങ്ങൾക്കുള്ള വളരെ അമിതമായ ജനങ്ങൾ നൽകുന്ന ആരാധന. അതേസമയം തന്നെ ഈ ആരാധന ഏതൊക്കെ രീതിയിൽ മുതലെടുക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ മുതലെടുത്തുകൊണ്ട് സ്വന്തം വ്യക്തിത്വം ഒരു രാഷ്ട്രീയത്തിൽ ഉറപ്പിക്കാനുള്ള താരങ്ങളുടെ പ്രവണത, ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ ഈ തമിഴ്നാട്ടിൽ മാത്രമാണ് പൊതുവെ ഇത്തരത്തിൽ താരങ്ങൾ രാഷ്ട്രീയത്തിലിറങ്ങുകയും അവർ വലിയ വിജയങ്ങളായി തീരുകയും ചെയ്യുന്നത്. ഇപ്പോൾ പല സ്ഥലത്തും, ഇപ്പോൾ കേരളത്തിൽ പലപ്പോഴും അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. കേരളത്തിൽ അത് നടന്നിട്ടില്ല. ബംഗാളിൽ അതുപോലെ നടന്നിട്ടുണ്ട്. മിഥുൻ ചക്രവർത്തിയൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ എവിടെയും എത്തിയിട്ടില്ല. ആ രീതിയിൽ ഈ രണ്ട് വിഷയങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ പറയുന്ന ജനങ്ങളുടെ താരാരാധന. രണ്ട്, ഈ താരങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള അവരുടെ ആഗ്രഹം. ഇതിനിടയിൽ വരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ജനക്കൂട്ടത്തെ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ നേരത്തെ തന്നെ ഈ അപകടം കണ്ടെത്തിക്കൊണ്ട് അതിന് അനുസരിച്ച് മറ്റ് ക്രമീകരണങ്ങൾ ചെയ്യാനോ ഒന്നും തന്നെ ഉള്ള ഒരു പാർട്ടി സ്ട്രക്ചർ ഈ TVK ഉണ്ടായിരുന്നില്ല. അതിലെല്ലാം പുതുതായി വന്നിട്ടുള്ള ആളുകളാണ്, ഇവിടെ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളാണ് അതിൻ്റെ നേതാക്കൾ. അപ്പോൾ ഇവർക്ക് ഇത് മുൻകൂട്ടി ഈ സമ്മേളനം പ്ലാൻ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പം നമുക്കറിയാം, നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ ഇന്ത്യയിലെ ദേശീയ പാർട്ടികളൊക്കെ തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വലിയ ദേശീയ റാലികൾ, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന റാലികൾ നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ റാലികളിലൊക്കെ വളരെ പലപ്പോഴും ഒരു സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ആളുകൾ വരുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഈ പറയപ്പെടുന്ന ദേശീയ രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ തന്നെ അവരുടേതായ ഒരു ചട്ടക്കൂടുണ്ട്. അവർക്ക് എങ്ങനെ ഈ റാലി മാനേജ് ചെയ്യണമെന്ന് അറിയാം. അതുപോലെ ആരൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് എത്തിച്ചേരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു വലിയ പാർട്ടി സമ്മേളനം നടക്കുന്നു, ഇപ്പോൾ ഒരു CPM-ൻ്റെയോ CPI-യുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ ഒരു വലിയ സമ്മേളനം നടക്കുമ്പോൾ അവർക്കറിയാം അവർക്ക് ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്, ഒരു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. ആ വരുന്ന ആളുകൾ കൃത്യമായിട്ട് ഗ്രൂപ്പുകളായാണ് വരുന്നത്. അതുപോലെ അതിൻ്റെ ജാഥകൾക്കും കൃത്യമായിട്ടുള്ള ഒരു രീതിയുണ്ട്, കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനനുസരിച്ചുള്ള വലിയൊരു മൈതാനം ആണ് അവർ തിരഞ്ഞെടുക്കുന്നത്. വലിയ സ്റ്റേഡിയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് റാലി നടത്തുന്നത്. അതുപോലെ റാലി വരുന്ന വഴികൾ, അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ വളരെ കൃത്യമായി നിശ്ചയിക്കുകയും അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇത്തരം പ്രകടനം നടത്തുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ തന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രകടനങ്ങളുണ്ട്, ധാരാളം റാലികൾ രാഷ്ട്രീയ പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന റാലിയിൽ UP-യിലും ബീഹാറിലും അതുപോലെ തന്നെ ഡൽഹിയിലും ഒക്കെ സംഘടിപ്പിക്കുന്നത് കാണാറുണ്ട്. നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള ധാരാളം സമ്മേളനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള പല സംസ്ഥാന സമ്മേളനങ്ങളും വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംസ്ഥാന സമ്മേളനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതാണ്. പക്ഷേ അവിടെയൊന്നും തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നില്ല. കാരണം ഈ സംഘാടകർക്ക് കൃത്യമായ ധാരണയുണ്ട്. ഈ വിജയുടെ പാർട്ടിയുടെ കേസിൽ സംഭവിച്ചത്
യാതൊരു തരത്തിലുമുള്ള ഒരു മുന്നൊരുക്കമില്ലാതെ ഒരു ആൾക്കൂട്ടത്തെയാണ് അവിടെ വരുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിന് വരുന്ന ചിട്ടയായി വരുന്ന അണികളല്ല. പല പ്രദേശത്തു നിന്നും വിജയ് എന്ന നടനെ നേരിട്ട് കാണാൻ വേണ്ടി വന്ന ഗ്രാമീണരാണ് മൊത്തമായിട്ട് ആ പ്രദേശത്തുണ്ടായിരുന്നത്. ഒരടുക്കും ചിട്ടയില്ലാതെ അവരെല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ ചെറിയൊരു പ്രദേശത്ത്, ഈ വേലുച്ചാമിപുരം എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ, അത് കരൂർ ഈറോഡ് ഹൈവേയുടെ വശത്തുള്ള ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് പേർ, ഏതാണ്ട് ഒരു 5,000-6,000 പേർക്ക് വരാവുന്ന, മാക്സിമം നിൽക്കാവുന്ന ഒരു സ്ഥലത്ത് ഇത്രയധികം ആളുകൾ വന്നുകൂടി. രാത്രിയാവുന്നു, അതിനുള്ള സംവിധാനങ്ങൾ വേറൊന്നുമില്ല. ആ തരത്തിലാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള അപകടങ്ങൾ ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് പോലുള്ള വലിയ ജാഥകളും അതുപോലത്തെ റാലികളൊക്കെ ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെയുള്ള സംഘടനാ ശേഷിയുള്ളവർ മാത്രമേ അതിന് ഒരുങ്ങാൻ പാടുള്ളൂ. ഇപ്പം ഇതിൽ വെറുതെ നേരിട്ട് എന്ന് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന താണ് ഈ അപകടത്തിന് പ്രധാനമായിട്ട് കാരണമായത്. ഇതേ വിഷയം തന്നെയാണ് നേരത്തെ ഒരു തെലുങ്ക് നടനും സംഭവിച്ചത്. സിനിമ നടക്കുന്ന തിയേറ്ററിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലുന്നു, അവിടെ സ്റ്റാമ്പേഡ് ഉണ്ടാവുന്നു, ആളുകൾ മരിച്ചു വീഴുന്നു. അപ്പോൾ ഇത്തരം പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്ന, വലിയ ജനക്കൂട്ടമുള്ള പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അത് നടപ്പാക്കേണ്ട ആവശ്യമുണ്ട്. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ വടക്കേ ഇന്ത്യയിലും പല ഉത്സവങ്ങളിലും അതുപോലെ തീർത്ഥയാത്രകളിലൊക്കെ അനേകം പേർ, 100-കണക്കിന് പേർ ഈ സ്റ്റാമ്പേഡിൽ പെട്ട് കൊല്ലപ്പെടുന്നത് മനസ്സിലാവുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഇത്തരം വലിയ പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് അത് സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയ ശ്രദ്ധയുണ്ടാവണം. അതേസമയം തന്നെ ഇതിന് അനുമതി കൊടുക്കുന്ന പോലീസ് വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ 10,000 പേര് വരാവുന്ന സ്ഥലമാണെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ അവരെ തടഞ്ഞു നിർത്തുകയോ അവരെ മാറ്റി നിർത്തുകയും ചെയ്യേണ്ടതും, ഈ അപകടമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അത് പോലീസിൻ്റെയും കൂടി ചുമതലയാണ്. ഈ സംഭവമെങ്കിലും ഈ നേതാക്കന്മാരുടെയും ഇത്തരത്തിലുള്ള ഈ ആൾക്കൂട്ടങ്ങളുടെ നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ ഈ ആൾദൈവങ്ങളുടെയും ഒക്കെ കണ്ണ് തുറപ്പിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം.